റെയിൻബോ ന്യൂസ് ഇംപാക്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വണ്ടിപ്പെരിയാർ 9-ാം വാർഡ് ഇഞ്ചിക്കാട് മോഹൻ എന്നയാളുടെ വീട്ടിൽ നമ്മുടെ ഹാഷിനി രണ്ടുപേരും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ കാരണം നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെട്ടു. മന്ത്രി കെ രാജൻ ഇടപെട്ടു. എത്രയും പെട്ടെന്ന് ഈ നിലവിൽ ഉണ്ടായിരുന്ന കണക്ഷൻ അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞൊരു ഉത്തരവ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ജില്ലാ കളക്ടർ ശ്രീ ദിനേശൻ സാറ് KSEB അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ഈ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. നമ്മുടെ റെയിൻബോ ടിവിയുടെ ഈ ന്യൂസ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഇവർക്ക് വെളിച്ചത്തിലിരുന്ന് പഠിക്കാം എന്നുള്ളത്. അപ്പം നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞ പോലെ എൻ്റെ പേര് ഹാസിനി. ഞാൻ വീട്ടുകാരൻ പപ്പി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾ കറണ്ട് ഇല്ലാതെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കളക്ടർ സാർ ഓർഡർ ഇട്ട് കറണ്ട് വരാനായിട്ട് ഒത്തിരി നന്ദി. അത് ന്യൂസ് എടുത്ത് എല്ലാ ചാനലിലും ഇട്ട് കാരണവ കളക്ടർ കണ്ട് ഓർഡർ ഇട്ട് ഒത്തിരി നന്ദി. അത് തന്നെയാണ് കുട്ടികൾക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും. ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ പ്രേക്ഷകർ ഓരോരുത്തരും ഇടപെടുകയും അതിൻ്റെ അകത്തുള്ളൊരു കമൻറ്റ് നൽകുകയും ഇങ്ങനെ അത് ചെയ്തുകൂടെ, അതെന്താണ് നടക്കാത്തത് എന്നുള്ള കാരണങ്ങളൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് അധികാരികളുടെ കയ്യിലേക്ക് ഈ വാർത്ത എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് വളരെയധികം നന്ദിയും കടപ്പാടും എൻ്റെ റെയിൻബോ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയിക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പീരിമേട് മേഖല അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ഇടപെടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ, ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവരാരും തന്നെ ഈ വിഷയത്തിൽ കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്തായാലും ആ ദുഃഖം അവിടെ നിൽക്കട്ടെ. എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ കറണ്ട് ലഭിക്കും. നമ്മുടെ മോഹൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മോഹൻ പ്ലീസ്, എന്താ പറയാനുള്ളത്? നമുക്ക് ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കറണ്ട് 2 ദിവസം കൊണ്ട് കിട്ടുമെന്ന് ഓർത്ത് ഒരു പ്രതീക്ഷയിലിരിക്കുക. നമ്മുടെ റെയിൻബോ ടിവിയുടെ എല്ലാവർക്കും വളരെ നന്ദിയാണ്. റെയിൻബോ ടിവിയുടെ ഒരു വലിയൊരു ഇടപെടൽ ഈ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ട് ഉണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും, എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, റെയിൻബോ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ ഈ കറണ്ട് വന്നതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ വരുന്നതായിരിക്കും. വെളിച്ചത്തിലിരുന്ന് നമ്മുടെ ഹാഷിനിയും വെളിച്ചത്തിലിരുന്ന് പഠിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.